വർണ്ണവിസ്മയം തീർത്ത് തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട്. വെടിക്കെട്ട് കാണാൻ പൂരനഗരിയിൽ ഒഴുകിയെത്തിയത് 10,000. തൃക്കൂർ കള്ളായി റോഡിലെ അശാസ്ത്രീയ നിർമ്മാണം അപകടങ്ങൾക്കിടയാക്കുന്നു. തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിതീർത്ത റോഡാണ് അപകടക്കെണിയായി മാറിയത്. സുരക്ഷയിൽ ഗുരുതരമായ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്ന് ചാലക്കുടി നഗരസഭയുടെ മത്സ്യമാംസ മാർക്കറ്റിലെ വൈദ്യുതി കണക്ഷൻ KSEB വിച്ഛേദിച്ചു. നടപടി മത്സ്യത്തൊഴിലാളിക്ക് വൈദ്യുതാഘാതമേറ്റതിനെ തുടർന്ന്. വരാക്കര പയ്യാക്കരയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ യുവാവിന് കുത്തേറ്റു. പയ്യാക്കര സ്വദേശി ജസ്റ്റിനാണ് കുത്തേറ്റത്. പ്രതി ലിജോ ഒളിവിൽ. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വർണ്ണവിസ്മയം തീർത്ത് തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട്. സാമ്പിൾ വെടിക്കെട്ട് കാണാൻ 10,000 പൂരനഗരിയിൽ ഒഴുകിയെത്തിയത്. പെസോയുടെ കർശന നിയന്ത്രണത്തിലാണ് വെടിക്കെട്ട് നടന്നത്. പോലീസിന്റെ നിയന്ത്രണങ്ങൾ മൂലം സ്വരാജ് റൌണ്ടിലേക്ക് വെടിക്കെട്ട് പ്രേമികൾക്ക് പ്രവേശിക്കാനായില്ല. ആളുകൾ സ്വരാജ് റൌണ്ടിലേക്ക് പ്രവേശിക്കുന്നത് പോലീസ് ബാരിക്കേഡുകൾ നിരത്തി പലയിടത്തും തടഞ്ഞു. രാത്രി 7:45 പാറമേക്കാവ് വിഭാഗമാണ് ആദ്യം തിരികൊളുത്തിയത്. തുടർന്ന് അരമണിക്കൂർ ഇടവേളയ്ക്ക് ശേഷം തിരുവമ്പാടി വിഭാഗത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടന്നു. ബഹുവർണ്ണ അമട്ടുകൾ, കുഴിമിന്നി, ഓലപ്പടക്കം തുടങ്ങിയവ വെടിക്കെട്ടിന് വർണ്ണശോഭ പകർന്നു. മുണ്ടത്തിക്കോട് സ്വദേശി PM സതീശനാണ് ഇരുവിഭാഗത്തിന്റെ വെടിക്കെട്ടൊരുക്കിയത്. തൃക്കൂർ കള്ളായി റോഡിലെ അശാസ്ത്രീയ നിർമ്മാണം അപകടങ്ങൾക്കിടയാക്കുന്നു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 25 ലക്ഷം രൂപ ചെലവിൽ പണിതീർത്ത റോഡിന്റെ കള്ളായി ഭാഗത്താണ് അപകടക്കെണിയായി മാറിയത്. ടാറിങ്ങും കോൺക്രീറ്റിംഗും ചേരുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത റോഡ് ഉയർന്നു നിൽക്കുന്നതാണ് അപകടങ്ങൾക്കിടയാക്കുന്നത്. കയറ്റമുള്ള ഭാഗത്ത് ഒരടിയോളം ഉയരത്തിലാണ് ഹമ്പ് മാതൃകയിൽ റോഡിന്റെ അവസ്ഥ. ഇറക്കത്തേക്ക് വരുന്ന വാഹനങ്ങൾ ഈ ഭാഗം തിരിച്ചറിയാതെ ഇതിൽ പെടുകയാണ് പതിവ്. അടുത്ത ദിവസങ്ങളിലായി 7 ഇരുചക്ര വാഹനങ്ങളും ഒരു കാറും ഇവിടെ അപകടത്തിൽപ്പെട്ടു. ഇരുചക്ര വാഹനത്തിന് പുറകിലിരുന്ന സ്ത്രീകളാണ് തെറിച്ചുവീണ് പരിക്കേറ്റവരിൽ ഏറെയും. തൊട്ടടുത്തെത്തുമ്പോഴാണ് ഈ അപകടാവസ്ഥ ഡ്രൈവർമാർ അറിയുന്നത്. വലിയ വാഹനങ്ങളാണെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ഇടുന്നത് മൂലം വാഹനത്തിനുള്ളിൽ തന്നെ യാത്രക്കാർ വീഴുന്നതും പതിവാണ്. കയറ്റം കയറുന്ന വാഹനങ്ങൾ ഈ ഭാഗം കടക്കാൻ പെടാപ്പാട് പെടുകയാണ്. ഭാരവാഹനങ്ങൾ ഓഫായി പുറകിലേക്ക് ഇറങ്ങാറുണ്ടെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ടില്ലെന്ന് മാത്രം. പുലിക്കണിയിൽ നിന്ന് കല്ലൂർ ഭാഗത്തേക്കുള്ള പ്രധാന റോഡിലാണ് ഈ ദുരവസ്ഥ. 1 വർഷം മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് പഞ്ചായത്ത് എഞ്ചിനീയർ വിഭാഗം സന്ദർശിച്ച് ഗതാഗത യോഗ്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അപകടങ്ങൾ പതിവായതോടെ ഉയർന്നു നിൽക്കുന്ന റോഡ് പൊളിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന ആക്ഷേപമുണ്ട്. സമീപവാസിയാണ് പെയിന്റ് അടിച്ച് ഈ ഭാഗം യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വണ്ടികൾ വരുമ്പോൾ പിള്ളേരൊക്കെ മുൻസൈഡിലിരിക്കുന്ന പിള്ളേർ ഡ്രൈവറുടെ വണ്ടി ഒന്ന് കയറി എടുത്തിട്ട് കൊച്ചു പോയി ചെല്ലുമ്പോൾ തിരിച്ചു വരികയും ചെയ്യും. അത്രയും അപകടം. പിന്നെ ബൈക്കിൽ വരുന്നവർ, സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കിലിരിക്കുന്നവർ പെട്ടെന്ന് ഹമ്പ് കയറുമ്പോൾ തെറിച്ച് താഴേക്കും. പണിയിച്ചതാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിന്റെ എഞ്ചിനീയർമാരും വർക്ക് സൂപ്രണ്ടും ഒക്കെ ഒന്ന് പണിയിച്ചതാണ്. സർവകക്ഷി ആൾക്കാരും ഉണ്ടായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി പണിതല്ലാന്നോ തോന്നണേ. ഇവർ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടാണോ ചെയ്തെന്നുള്ള കാര്യം സംശയം. ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച റോഡിൽ അശാസ്ത്രീയമായ പ്രവൃത്തികൾ നടത്തി യാത്രക്കാരെ ദുരിതത്തിലാക്കിയ ഉദ്യോഗസ്ഥർക്കും കരാറുകാരനുമെതിരെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV പുതുക്കാട്. സുരക്ഷയിൽ ഗുരുതരമായ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്ന് ചാലക്കുടി നഗരസഭയുടെ മത്സ്യമാംസ മാർക്കറ്റിലെ വൈദ്യുതി കണക്ഷൻ KSEB വിച്ഛേദിച്ചു. ബുധനാഴ്ച ഉച്ചയോടെ മത്സ്യ സ്റ്റാളിലെ തൊഴിലാളിക്ക് വൈദ്യുതാഘാതമേറ്റതിനെ തുടർന്നാണ് അടിയന്തര നടപടി. 2 സ്റ്റാളുകളിലേക്കുമുള്ള വൈദ്യുതി കണക്ഷൻ പാനൽ ബോർഡിലേക്ക് ആക്കണമെന്ന് ബോർഡ് ഉദ്യോഗസ്ഥർ വർഷങ്ങളായി നഗരസഭയോട് നിർദ്ദേശിച്ചിരുന്നു. ഇതൊന്നും പാലിച്ചിട്ടില്ല. കെട്ടിടത്തിലെ മെയിൻ സ്വിച്ചുകളും ഫ്യൂസ് ബോർഡുകളും ശോചനീയാവസ്ഥയിലാണ്. വരാക്കര പയ്യാക്കരയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ യുവാവിന് കുത്തേറ്റു. പയ്യാക്കര തറയിൽ ജോയിയുടെ മകൻ ജസ്റ്റിനാണ് കുത്തേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. വലതു കൈയിലും മുഖത്തും കുത്തേറ്റ ജസ്റ്റിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല. അയൽവാസിയായ വരാക്കര കാപ്പാനി വീട്ടിൽ ലിജോ ആണ് കുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. നേരത്തെ ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മദ്യലഹരിയിലെത്തിയ ലിജോ വാക്കുതർക്കത്തിനിടെ ജസ്റ്റിനെ കത്തിയെടുത്ത് കുത്തുകയായിരുന്നു. സംഭവശേഷം ഒളിവിൽ പോയ ലിജോയ്ക്കായി വരന്തരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ ശക്തൻ മാർക്കറ്റിലെ തൊഴിലാളി കുത്തേറ്റ ജസ്റ്റിൻ. ഓടി അവസാനം BJPയിലെത്തിയ PT ഉഷയുടെ അവസ്ഥയാണ് കോൺഗ്രസുകാർക്കുള്ളതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി പറഞ്ഞു. ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. അഴിമതി
ചെയ്യിപ്പിക്കില്ലെന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുടെ പാർട്ടിയാണ് ഇപ്പോൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതി നടത്തിയിരിക്കുന്നത്. CPM ഇടപെടൽ മൂലമാണ് ഇത് സംബന്ധിച്ച് കേസ് സുപ്രീംകോടതിയിൽ എത്തിയത്. വനിതകളുടെ ഉന്നമനം എന്നത് RSS നയിക്കുന്ന BJP സർക്കാരിന് ഒരു കാലത്തും നടപ്പിലാക്കാനാവില്ലെന്നും സുഭാഷിണി അലി പറഞ്ഞു. സംയുക്ത മഹിളാ ഫെഡറേഷൻ ചാലക്കുടി നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് ബിജി സദാനന്ദൻ അധ്യക്ഷയായി. എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദ മോഹൻ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഉഷാകുമാരി, RJD മഹിളാ വിഭാഗം സംസ്ഥാന സെക്രട്ടറി കാവ്യ ദിലീപ്, മുൻ MLA BD ദേവസി തുടങ്ങിയവർ സംസാരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി LDFന്റെ നേതൃത്വത്തിൽ എളവള്ളിയിൽ റാലി നടത്തി. സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ ചിത്രമാലേഖനം ചെയ്ത പ്ലക്കാർഡുകളും മുത്തുകുടകളും കൊടികളും കൈയിലേന്തി പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് റാലിയിൽ അണിനിരന്നു. തുടർന്ന് നടന്ന പൊതുയോഗം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. PV അശോകൻ അധ്യക്ഷനായിരുന്നു. CPI സംസ്ഥാന കൌൺസിൽ അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, LDF നേതാക്കളായ AV വല്ലഭൻ, PL ഡൊമിനിക് എന്നിവർ സംസാരിച്ചു. ഇന്ത്യയെ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് കൊടുത്തത് മോദി സർക്കാരെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF ചേലക്കര നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ TK സെയ്തലവി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PM സാദിഖ് അലി, ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, UDF ആലത്തൂർ പാർലമെന്റ് നിയോജകമണ്ഡലം ജനറൽ കൺവീനർ PM അമീർ, കോൺഗ്രസ് നേതാക്കളായ E വേണുഗോപാല മേനോൻ, TN കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ റാലിയും പൊതുസമ്മേളനവും നടത്തി. ചന്തപ്പുരയിൽ നിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി പോലീസ് മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം CPI ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ സെക്രട്ടറി KR ജൈത്രൻ അധ്യക്ഷത വഹിച്ചു. CC വിപിൻ ചന്ദ്രൻ, മുഷ്താഖ് അലി, KC വർഗീസ്, CK രാമനാഥൻ, വേണു വെണ്ണറ തുടങ്ങിയവർ സംസാരിച്ചു. കിഴക്കമ്പലം പഞ്ചായത്തിലെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടച്ചുപൂട്ടിച്ചത് CPM ആണെന്നും ഈ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും 2020 പാർട്ടി നേതാക്കൾ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാണിച്ച് CPM പരാതി നൽകിയാണ് 10 വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം പൂട്ടിച്ചതെന്ന് കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം നേതാക്കളായ പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജ്, ജോയ് ഇലഞ്ഞിക്കൽ, വിൽസൺ പാറേക്കാട്ട്, രാജു മാലേടത്ത് തുടങ്ങിയവർ കുറ്റപ്പെടുത്തി. പ്രശസ്ത ഓട്ടംതുള്ളൽ കലാകാരനായിരുന്ന കോതച്ചിറ കുവപ്പുള്ളി പരമേശ്വരൻ നമ്പീശന്റെ പേരിലുള്ള സ്മൃതി പുരസ്കാരം തുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥന് സമർപ്പിച്ചു. കുവപ്പുള്ളി കുടുംബാംഗങ്ങളും കോതച്ചിറ ചിറക്കൽ മഹാവിഷ്ണു ക്ഷേത്ര ഭരണസമിതിയും സംയുക്തമായാണ് പുരസ്കാരം നൽകുന്നത്. ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ മണലൂർ ഗോപിനാഥന് പുരസ്കാരം സമർപ്പിച്ചു. ക്ഷേത്രം ഊരാളൻ നാരായണൻ നമ്പൂതിരിപ്പാട് പൊന്നാടയണിയിച്ചു. ക്ഷേത്രം ഊരാളൻ നാരായണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് കലാമണ്ഡലം പ്രിൻസിപ്പൽ ബാലസുബ്രഹ്മണ്യൻ, സംഘാടക സമിതി കൺവീനർ CM വേണുഗോപാൽ, ക്ഷേത്രം സെക്രട്ടറി സന്തോഷ്, ജനാർദ്ദന വാര്യർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മണലൂർ ഗോപിനാഥിന്റെ ഓട്ടംതുള്ളലും പേരാമംഗലം ഗുരുകൃപ കലാകേന്ദ്രത്തിന്റെ നൃത്തനൃത്യങ്ങളും അരങ്ങേറി. പാവറട്ടി വിശുദ്ധ ഔസേപിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ 148 മധ്യസ്ഥ തിരുനാളിനിടെ ചരിത്രവും പ്രാധാന്യവും ഉൾക്കൊള്ളിച്ച് പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി സപ്ലിമെന്റിന്റെ പ്രകാശനം നിർവഹിച്ചു. പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ഷാജൻ ജോസ് അധ്യക്ഷനായിരുന്നു. മാനേജിംഗ് ട്രസ്റ്റി VJ ജോസി, KF ലാൻസൺ, ജിയോ ജോൺ, BC ജെയിംസ്, ജോൺ ബെന്നീസ്, ജോസഫ് ചിരിയങ്കണ്ടത്ത്, ജോബി ഡേവിഡ്, PRO റാഫി നീലങ്കാവിൽ തുടങ്ങിയവർ പങ്കെടുത്തു. അപകടാവസ്ഥയിലായ കണ്ടച്ചങ്കടവ് പാലം പുതുക്കി പണിയണമെന്നാവശ്യപ്പെട്ട് സാമൂഹിക പ്രവർത്തകൻ KR ജോർജ് സത്യാഗ്രഹ സമരം നടത്തി. വർഷങ്ങൾക്ക് മുൻപ് ഇതേ പാലം നന്നാക്കുന്നതിനു വേണ്ടി ജോർജ് സത്യാഗ്രഹം നടത്തിയിരുന്നു. മണലൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PT ജോൺസൺ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു. വണാരപ്പള്ളി മർച്ചന്റ്സ് അസോസിയേഷൻ മുഖ്യ രക്ഷാധികാരി ജോർജ് A ആലപ്പാട്ട്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോർജ് മണ്ണുമൽ,
കോൺഗ്രസ് മണലൂർ മണ്ഡലം പ്രസിഡന്റ് MV അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകനും ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ സംഗീതോത്സവത്തിലെ സജീവ സാന്നിധ്യവുമായിരുന്ന KG ജയന് ദേവസ്വം പ്രണാമമർപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിക്ക് വേണ്ടി ഭരണസമിതി അംഗം BG രവീന്ദ്രൻ മനോജ് കെ ജയന്റെ തൃപ്പൂണിത്തുറയിലെ വസതിയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. കവി ഉണ്ണികൃഷ്ണൻ വിരുപ്പാക്കയുടെ പുതിയ കവിതാ സമാഹാരമായ ഹിറ്റ്ലറുടെ വിലാപം കവിയും പ്രഭാഷകനുമായ ക്യാപ്റ്റൻ T രാധാകൃഷ്ണൻ പ്രകാശനം നിർവഹിച്ചു. കവയിത്രി ശ്രീദേവി അമ്പലപുരം അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് SI മോഹൻദാസ് പുസ്തകം ഏറ്റുവാങ്ങി. നോവലിസ്റ്റ് ശ്രീനിവാസൻ കോവാത്ത്, P രഘുനാഥ്, രജനി തുടങ്ങിയവർ സംസാരിച്ചു. കണിപ്പയ്യൂരിൽ കിണറ്റിൽ കുടുങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളിയെ കുന്നംകുളം അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി. പൂണ്ടിച്ചേരി കടലൂർ സ്വദേശി കുമാറിനെയാണ് കുന്നംകുളം അഗ്നിരക്ഷാ സേന സ്റ്റേഷൻ ഓഫീസർ B വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ സേന രക്ഷപ്പെടുത്തിയത്. കണിപ്പയ്യൂർ സ്വദേശി ചെറുക്കാക്കശ്ശേരി വീട്ടിൽ ഇമാനുവലിന്റെ വീട്ടുപറമ്പിലെ കിണറ്റിലാണ് ഇതര സംസ്ഥാന തൊഴിലാളി കുടുങ്ങിയത്. വീട്ടുപറമ്പിലെ കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കാൻ ഇറങ്ങിയതായിരുന്നു. തിരിച്ചു കയറാൻ കഴിയാതെ വന്നതോടെ കുന്നംകുളം അഗ്നിരക്ഷാ സേനയെ വിവരമറിയിക്കുകയായിരുന്നു. നിമിഷങ്ങൾക്കകം സംഭവസ്ഥലത്തെത്തി കുന്നംകുളം അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ നെറ്റ് ഉപയോഗിച്ച് തൊഴിലാളിയെ കിണറിന് പുറത്തെത്തിച്ചു. കുന്നംകുളം കമ്പിപ്പാലത്ത് അമിത വേഗതയിലെത്തിയ ബസ് ബൈക്ക് യാത്രികനെ ഇടിച്ചു തെറിപ്പിച്ചു. കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ദുർഗ ബസ്സാണ് അമിത വേഗതയിലെത്തി ബൈക്ക് യാത്രികനെ ഇടിച്ചു തെറിപ്പിച്ചത്. പെരുമ്പലാവ് ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കിന്റെ പുറകിൽ അതേ ദിശയിൽ വരികയായിരുന്ന ബസ് ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻവശത്തെ ഗ്ലാസ് തെറിച്ചു വീണ ബൈക്ക് യാത്രികന് പരിക്കേറ്റു. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് പാരിഷ് വോയ്സ് ബുള്ളറ്റിൻ കമ്മിറ്റി ഒരുക്കിയ ഹൃദയത്തിലെന്നും പുണ്യാളൻ എന്ന ഹ്രസ്വചിത്രം പ്രദർശനത്തിനൊരുങ്ങി. ബാലസാഹിത്യകാരനും അധ്യാപകനുമായ റാഫി നീലങ്കാവിൽ ചിത്രത്തിന്റെ സംവിധാനവും ഷിജോ ചൊവ്വല്ലൂർ സഹസംവിധാനവും നിർവഹിച്ചു. പാവർട്ടിയുടെയും പരിസര പ്രദേശങ്ങളുടെയും ദൃശ്യഭംഗിയിലൂടെയാണ് ഈ ഹ്രസ്വചിത്രം ഒരുക്കിയിരിക്കുന്നത്. പ്രദേശത്തെ പ്രധാന ഇടങ്ങളെയും വ്യക്തികളെയും ചിത്രത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. കനോലി കനാൽ, ഏനമാവ് ബണ്ട്, കോൾപ്പാടങ്ങൾ, വഴിയമ്പലം, മാണിമുത്തപ്പന്റെ വീട് എന്നിവയ്ക്ക് പുറമെ പാവർട്ടി പള്ളിയുടെയും പുണ്യാളന്റെയും ചരിത്രവും പഴയകാല വാണിജ്യത്തിന്റെയും കൃഷിയുടെയും ചരിത്രവും ഉൾപ്പെടെ നാടിന്റെ വിവിധ കാഴ്ചകൾ മനോഹരമായി ഈ ഹ്രസ്വചിത്രത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പാവർട്ടി പള്ളിയിലേക്ക് പുറപ്പെട്ട ഒരു അമ്മാമ്മയുടെ ഓർമ്മകളിലൂടെയും കുട്ടികളുടെ കാഴ്ചകളിലൂടെയുമാണ് ലഘുചിത്രത്തിന്റെ സഞ്ചാരമെന്ന് സംവിധായകൻ റാഫി നീലങ്കാവിൽ പറഞ്ഞു. നല്ല ഒരു ദൃശ്യഭംഗിയിലൂടെ, ഒരു സഞ്ചാരത്തിലൂടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഇടങ്ങളെയും വഴിയമ്പലം പോലെയുള്ള ഇടങ്ങളെയും ഇത് അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒരു ചരിത്രബോധം കുട്ടികളിൽ സൃഷ്ടിക്കാനും പുതിയ തലമുറയിൽ സൃഷ്ടിക്കാൻ ഈ ചലച്ചിത്രത്തിന് കഴിയും എന്ന ആത്മവിശ്വാസമുണ്ട്. TCV പാവർട്ടി. പാവർട്ടി പുണ്യാളൻ പ്രദേശന്റെ നേതൃത്വത്തിൽ വിശുദ്ധ ഔസേപിതാവിന്റെ 148ാമത് തിരുനാൾ ആഘോഷങ്ങളുടെ വിളംബരം നടത്തി. നഗാരം കുട്ടിയും കാഹളം മുഴക്കിയും പടയാളികളും ലില്ലിപ്പൂ കൈയിലേന്തിയ ഔസേപിതാവും അലങ്കരിച്ച വാഹനത്തിൽ അണിനിരന്നപ്പോൾ വിശ്വാസികൾക്കത് അപൂർവ കാഴ്ചയായി മാറി. പുണ്യാളൻ പ്രദേശന്റെ തുടർച്ചയായ 3ാം വർഷത്തിലാണ് ഈ സംരംഭം. പാവറട്ടി തീർത്ഥകേന്ദ്രം തിരുനടയിൽ റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി വിളംബര ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. പുണ്യാളൻ പ്രദേശ് പ്രസിഡന്റ് തോമസ് പള്ളത്ത് അധ്യക്ഷനായി. പാവറട്ടിയിലും പരിസര പ്രദേശങ്ങളിലൂടെയും തിരുനാളിന്റെ വരവ് പ്രഖ്യാപിച്ച് വിളംബര യാത്ര കടന്നുപോയി. മാനേജിംഗ് ട്രസ്റ്റി ജോസി വടക്കൻ, പുണ്യാളൻ പ്രദേശ് ഭാരവാഹികളായ KD ജോസ്, ജോർജ് വടക്കൂട്ട്, VF വർഗീസ്, KK ജോൺസൺ എന്നിവർ വിളംബര ജാഥയ്ക്ക് നേതൃത്വം നൽകി. കവുക്കോട് ശ്രീ മഹാദേവ ക്ഷേത്ര നക്ഷത്രവനം പരിസ്ഥിതി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിലുള്ളവർക്ക് ആദരവ് നൽകി. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് KK ബാലൻ അധ്യക്ഷത വഹിച്ചു. റീസർവേ വടക്കാഞ്ചേരി സൂപ്രണ്ട് ഓഫീസ് ഹെഡ് സർവേയർ പോൾ S ഷീബു, സംസ്ഥാന സർക്കാരിന്റെ റവന്യൂ അവാർഡ് ലഭിച്ച ശാലിനി ബാലൻ, ആശാപ്രവർത്തകരായ ഷീബ സുരേന്ദ്രൻ, രേഷ്മ അബ്ദുൽ ലത്തീഫ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വിവാഹം കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ സിവിൽ സർവീസിൽ 468ാം റാങ്ക് ലഭിച്ച സന്തോഷത്തിലാണ് പഴഞ്ഞി പെരുന്തുരുത്തി കോതനാത്ത് വീട്ടിൽ കിരൺ. കഴിഞ്ഞ നവംബർ 10-ാം തീയതിയായിരുന്നു കിരണിന്റെയും പത്തനംതിട്ട സ്വദേശിനി അഡ്വക്കേറ്റ് അരുണ നായരുടെയും വിവാഹം. ഒന്നിച്ച് സിവിൽ സർവീസ് പരിശീലനത്തിനിടയിലാണ് ഇരുവരും പരിചയപ്പെട്ടത്. തന്റെ 5ാമത്തെ ശ്രമത്തിലാണ് കിരണിന് മികച്ച റാങ്ക് ലഭിച്ചത്. പഴഞ്ഞി സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് KA മുരളീധരന്റെയും പരേതയായ ഇന്ദിരയുടെയും 2ാമത്തെ മകനാണ് കിരൺ.
കൈപ്പൊങ്കലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ 1980-81 SSLC ബാച്ച് തണൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടത്തി. സ്കൂൾ അങ്കണത്തിൽ നടന്ന സംഗമം പ്രിൻസിപ്പൽ EG സജിമോൻ ഉദ്ഘാടനം ചെയ്തു. തണൽ പ്രസിഡന്റ് PU ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പൂർവ്വ അധ്യാപകരായ ജയലക്ഷ്മി, ഗിരിജ, സുധാംശു മോഹൻ, അൽഫോൻസ, KA റഷീദ്, സോമരാജൻ, AV വാട്സൺ എന്നിവർ ചടങ്ങിൽ ആദരിക്കപ്പെട്ടു. ഗാർഗി പബ്ലിക്കേഷന്റെ ആദ്യ പുസ്തകമായ നസീമാസ് ഷെൽട്ടർ ഈ മാസം 27-ാം തീയതി വടക്കാഞ്ചേരി കേരളവർമ്മ വായനശാലയിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. തിച്ചൂർ സ്വദേശി പ്രിയ രവീന്ദ്രന്റെ ആദ്യ നോവലാണ് നസീമാസ് ഷെൽട്ടർ. പ്രശസ്ത എഴുത്തുകാരനായ അഷ്ടമൂർത്തി എഴുത്തുകാരി MD രത്നമ്മയ്ക്ക് പുസ്തകം കൈമാറി പ്രകാശനം നിർവഹിക്കും. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ അധ്യക്ഷയാകും. വാർത്താസമ്മേളനത്തിൽ ഗാർഗി CEO സ്മിത കൊടനാട്ട്, കോർഡിനേറ്റർ VA അനീഷ, പബ്ലിക്കേഷൻ മാനേജർ മിനി ചന്ദ്രൻ, കഥാകൃത്ത് പ്രിയ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. പ്രിയതമയുടെ കരൾ ഏറ്റുവാങ്ങാൻ ഇനി ഷൈനില്ല. കൈപ്പൊങ്കലം സ്വദേശി 48 വയസ്സുള്ള കല്ലയിൽ ഷൈനാണ് കരൾ രോഗബാധിതനായി ചികിത്സയിൽ കഴിയവേ കോട്ടയം മെഡിക്കൽ കോളേജിൽ ബുധനാഴ്ച പുലർച്ചെ മരണത്തിന് കീഴടങ്ങിയത്. കൈപ്പൊങ്കലം കൊപ്രക്കളത്തെ ടാക്സി ഡ്രൈവറായിരുന്നു ഷൈൻ. ഇതിനിടയിലാണ് 1 വർഷം മുൻപ് കരൾ രോഗം ബാധിക്കുന്നത്. ജീവിതം തിരിച്ചുപിടിക്കണമെങ്കിൽ കരൾ മാറ്റിവെക്കാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയതോടെ പ്രതീക്ഷകളെല്ലാം തകർന്ന നിലയിലായിരുന്നു ഷൈനും കുടുംബവും. ശസ്ത്രക്രിയ ഇനിയും വൈകിയാൽ ജീവന് ആപത്താകുമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതോടെ ഭാര്യ സന്ധ്യ സ്വന്തം കരൾ ഭർത്താവിന് പകുത്തു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. ശസ്ത്രക്രിയ നടത്തുവാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാകുന്നതിനിടയിലാണ് ഷൈൻ മരണത്തിന് കീഴടങ്ങിയത്. LDF എടത്തിരുത്തി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. എടത്തിരുത്തി ബസാറിൽ നിന്നും ആരംഭിച്ച റാലി പുളിഞ്ചോട് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. PK ഷാജു അധ്യക്ഷനായി. നേതാക്കളായ PM അഹമ്മദ്, TP രഘുനാഥ്, മുഹമ്മദ് ചാമക്കാല തുടങ്ങിയവർ സംസാരിച്ചു. അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഇന്ത്യയുടെ ആത്മാവ് ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയോ എന്ന് സംശയം തോന്നുന്ന നിരവധി. വീണ്ടും പ്രധാന വാർത്തകൾ. വർണ്ണവിസ്മയം തീർത്ത് തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട്. വെടിക്കെട്ട് കാണാൻ പൂരനഗരിയിൽ ഒഴുകിയെത്തിയത് 10,000. തൃക്കൂർ കള്ളായി റോഡിലെ അശാസ്ത്രീയ നിർമ്മാണം അപകടങ്ങൾക്കിടയാക്കുന്നു. തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിതീർത്ത റോഡാണ് അപകടക്കെണിയായി മാറിയത്. സുരക്ഷയിൽ ഗുരുതരമായി വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്ന് ചാലക്കുടി നഗരസഭയുടെ മത്സ്യമാംസ മാർക്കറ്റിലെ വൈദ്യുതി കണക്ഷൻ KSEB വിച്ഛേദിച്ചു. നടപടി മത്സ്യത്തൊഴിലാളിക്ക് വൈദ്യുതാഘാതമേറ്റതിനെ തുടർന്ന്. വരാക്കര പയ്യാക്കരയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ യുവാവിന് കുത്തേറ്റു. പയ്യാക്കര സ്വദേശി ജസ്റ്റിനാണ് കുത്തേറ്റത്. പ്രതി ലിജോ ഒളിവിൽ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.